എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവച്ചു. മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള പെൺമക്കളുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. അതേസമയം ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ലോറൻസിന്റെ പെൺമക്കൾ അറിയിച്ചു. ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ മൊഴി രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നിൽ യൂട്യൂബ് ചാനലുകളെ സംശയമെന്ന് DDEയുടെ മൊഴി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് DDE മനോജ് കുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് സംഘം വിദ്യാഭ്യാസ ഓഫീസറുടെ മൊഴി രേഖപ്പെടുത്തിയത്. ചോദ്യപേപ്പർ ചോർന്നതിൽ യൂട്യൂബ് ചാനലുകളെയാണ് സംശയമെന്ന് DD മൊഴി നൽകി. MS സൊല്യൂഷനിൽ ചോദ്യപേപ്പർ എത്തിയത് എങ്ങനെയെന്നറിയില്ല. അധ്യാപകർക്ക് സംഭവത്തിൽ പങ്കുള്ളതായി അറിയില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും DD മനോജ് കുമാർ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ മേൽനോട്ടത്തിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP രജി കുന്നിമ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ 5 അംഗ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മൊഴി അടുത്ത ദിവസം തന്നെ രേഖപ്പെടുത്തും. ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ ചോദ്യങ്ങൾ ചോർന്നു എന്നാണ് പ്രാഥമികമായ സംശയം. ചോദ്യപേപ്പറുകളുടെ വിതരണ സമയത്തെ ഇടപെടലും സംശയത്തിന്റെ നിഴലിലാണ്. അതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്ന കോട്ടൂളിയിലെ MS സൊല്യൂഷൻ ചാനൽ വീണ്ടും കഴിഞ്ഞ ദിവസം പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഇന്ന് നടക്കുന്ന കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറുമായാണ് ചാനൽ ലൈവിൽ വന്നിരുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുടെയും പങ്ക് വിശദമായി പരിശോധിക്കും. സൈബർ സെല്ലിന്റെ സഹായവും ക്രൈംബ്രാഞ്ച് തേടുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയിൽ DGPയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ 6 അംഗ സമിതിക്ക് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജനം, കോഴിക്കോട്.